സമയം എത്രയായിരുന്നു? 12 മണിക്ക് നിർത്തും. ആയിരത്തി 1817 നൈലിന്റെ പടിഞ്ഞാറേക്കരയിൽ തീബ്സ് നഗരത്തിന്റെ അരികെ ഫറവോമാർ അടക്കം ചെയ്തിരിക്കുന്ന താഴ്വര ആദ്യമായി കിട്ടുന്ന വാലി ഓഫ് കിങ്സ് എന്നാണ് അതിന്റെ പേര്. ഇപ്പോഴും ഉണ്ട് അവിടെ. നൈലിന്റെ പടിഞ്ഞാറേക്കരയിൽ തീബ്സ് നഗരത്തിന്റെ അരികെ ഫറവോമാർ അടക്കം ചെയ്തിരിക്കുന്ന താഴ്വര ആദ്യമായി കണ്ടെത്തുന്നത് 1817 അത് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ജർമ്മൻ ആർക്കിയോളജിസ്റ്റായ GB ബെൽസോർ ആദ്യമായി അത് കണ്ടെത്തിയപ്പോൾ 60 മമ്മികളെ കിട്ടിയത്. അതിൽ നിന്നാണ് സെറ്റി എന്ന് പേരുള്ള ഒരു സ്ത്രീയുടെ ഡെഡ് ബോഡിയും കിട്ടുന്നത്. അതെല്ലാം ഇപ്പോ കേരള മ്യൂസിയത്തിലുണ്ട്. 1881 മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച ഫിർഔൻ ഉൾപ്പെടെയുള്ളവരുടെ ഡെഡ് ബോഡിയും അതേ വാലി ഓഫ് കിങ്സ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കണ്ടെത്തി. ആ ബോഡി പരിശോധിച്ചപ്പോൾ ഉപ്പിന്റെ ചെങ്കടലിൽ കിടന്ന അതിന്റെ ശ്വാസകോശത്തിനകത്ത് ദീർഘനാള് വെള്ളത്തിൽ കിടന്ന ലക്ഷണങ്ങൾ കണ്ടു. എന്തുകൊണ്ടാണ് മറ്റു ഫറവോമാരുടെ ഒപ്പം ഈ ഫിർഔനെ അവിടെ കൊണ്ടുവച്ചത്? ഈ ഫിർഔനെ അവിടെ കൊണ്ടുവെക്കാൻ കാരണം എന്താണ്? BC 1000 അതായത് ഒരു പുതിയ കണ്ടെത്തൽ. BC 1000 ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് 1000 വർഷം മുമ്പ് ഈ ഡെഡ് ബോഡികളെല്ലാം അവിടുത്തെ പുരോഹിതന്മാർ എടുത്തിട്ട് പ്രത്യേകമായി വീണ്ടും മമ്മിഫിക്കേഷൻ ചെയ്തിട്ട് വാലി ഓഫ് കിങ്സ് എന്ന് പറഞ്ഞ സ്ഥലത്ത് അടക്കം ചെയ്യുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സൂറത്ത് ഓതുമ്പോൾ, ഈ ആയത്ത് ഓതുന്ന സമയത്ത് പ്രവാചകന്റെ കാലഘട്ടത്തിലെ അറബികൾക്ക് അല്ലെങ്കിൽ കേട്ടറിവ് പോലുമില്ല ഒരു ഫറോവയുടെ ഡെഡ് ബോഡി ഏതെങ്കിലും ഒരു സ്ഥലത്തുണ്ട് എന്ന്. പക്ഷെ 1817 സെത്തി അടക്കമുള്ളവരുടെ 60 ഡെഡ് ബോഡികളും 1881 നിരവധി മറ്റ് മമ്മികളെയും കണ്ടുകിട്ടിയതോടുകൂടി 21-ാം നൂറ്റാണ്ടിൽ കൈറോ മ്യൂസിയത്തിൽ പോയി നമ്മൾ ഈ പുറപ്പാടുന്ന എക്സോഡസ് പുസ്തകവും ഈ ഖുർആനും ഓതുമ്പോൾ ഫൽയൗമ നുനജ്ജിക ബിബദനിക എന്ന ആയത്ത് നിൽക്കുമ്പോൾ ഹുവല്ലദി അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുളിഹിറഹു അലൽ ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ എന്ന തൗബ സൂറയിൽ പറഞ്ഞ ജാഅൽ ഹഖ് വസഹഖൽ ബാത്തിലു ഇന്നൽ ബാത്തില കാന സഹൂഖ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖുർആൻ കൊണ്ട് മറ്റ് വേദഗ്രന്ഥങ്ങളിലെ തെറ്റുകൾ തിരുത്താൻ കഴിഞ്ഞു എന്നത് ജീവിച്ചിരിക്കുന്ന തെളിവുകളാണെങ്കിൽ അള്ളാഹുവിന്റെ ഖുർആൻ അല്ലേ യഥാർത്ഥത്തിൽ ആധുനിക ലോകത്ത് യുക്തിവാദികളെയും ഭൗതികവാദികളെയും നിർത്തിയിട്ട് അവരോട് സംസാരിക്കാൻ കഴിയുന്നത്. എന്ത് അത്ഭുതമാണ്! ഒരു അത്ഭുതം കൂടെ ഞാൻ ഈ ബൈബിളിൽ നിന്ന് പറയാം. ഒറ്റ എന്നിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ബാക്കി മറ്റൊരു അവസരത്തിൽ നമുക്ക് സംസാരിക്കാം. ആയിക്കോട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് അപ്പോഴേ ലോഹറിന് ഇമാമത്തിനൊക്കെ പോകേണ്ട ആൾക്കാരുണ്ട്. അപ്പൊ അത് ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള വിശദീകരണങ്ങൾ നമുക്ക് മറ്റൊരവസരത്തിൽ കൂടുതലായി ചർച്ച ചെയ്യാം. ഇനി ഇത് ഒന്ന് സമാപിപ്പിക്കുക. കൺക്ലൂഷൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പ്രവാചകന്റെ ഇജാസിനെ ഖുർആനിനെ എതിർക്കാൻ വേണ്ടി വന്നവർ ഒന്ന് ഈ പറഞ്ഞ നസാറാക്കളായിരുന്നു. അവര് പറഞ്ഞത് ഒന്ന് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കുരിശിൽ വെച്ച് മരിച്ചു എന്നാണ്. കുരിശിൽ വെച്ച് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരണപ്പെട്ടിട്ടില്ല എന്ന് DC ബസ് പ്രസിദ്ധീകരിച്ച അഡ്വക്കേറ്റ് കുര്യാക്കോസിന്റെ ഒരു പുസ്തകം, ഒരു യാത്രാ വിവരണം ഈ അടുത്ത കാലത്ത് ഞാൻ വായിക്കുണ്ടായി. ഒരച്ഛനും അഡ്വക്കേറ്റ് കുര്യാക്കോസും മറ്റൊരു സുഹൃത്തും കൂടി ഒരു യാത്ര പോകുമ്പോൾ മോസസ് എന്ന് പറഞ്ഞ ഒരാളെ വാഷിംഗ്ടണിൽ വെച്ച് കണ്ടുമുട്ടുകയും ജൂതനായ ഇയാൾ അമേരിക്കയിലെ വാഷിംഗ്ടണിലെ ഒരു വലിയ ശാസ്ത്രജ്ഞനാണ്. ഇദ്ദേഹം പറഞ്ഞു, എന്റെ സഹോദരൻ ജൊനാത്തൻ, അദ്ദേഹം ഇസ്രയേലിലെ ഒരു വലിയ സർവകലാശാലയിലെ ആർക്കിയോളജിസ്റ്റ് ആണ്. ഒരു പുതിയ തകിട് കിട്ടിയിരിക്കുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുവിനെ കൊന്നിട്ടില്ല. ആ 2000 വർഷം മുമ്പ് കൊന്നത് ജെയിംസ് എന്ന പേരുള്ള ഒരാളെയാണ് എന്ന് മോസസ് എന്ന് പറയുന്ന വാഷിംഗ്ടണിലെ ഒരു ആർക്കിയോളജിസ്റ്റ് അഡ്വക്കേറ്റ് കുര്യാക്കോസിനോട് പറഞ്ഞതായി വെളുത്തവരുടെ നാട്ടിൽ കറുത്തവരുടെയും എന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അത് പ്രസിദ്ധീകരിച്ചത് ക്രിസ്ത്യാനികളാണ്. ആ മോസസിന്റെ വാക്കുകൾ കേട്ടത്, ആ വാക്കുകൾ ശ്രദ്ധിച്ചത് പിന്നെ ഒരു ഫാദർ ഉൾപ്പെടെയുള്ള ക്രൈസ്തവ സംഘങ്ങളായിരുന്നു. വമാ ഖതലുഹു വമാ സലബുഹു വലാകിൻ ശുബ്ബിഹ ലഹും എന്ന് ഖുർആൻ പറഞ്ഞ അദ്ദേഹത്തെ അവർ കൊന്നിട്ടില്ല. ബാക്കി തെളിവുകളൊക്കെ ഇൻഷാ അല്ലാഹ് മറ്റൊരിക്കൽ ബൈബിളിൽ നിന്ന് തന്നെ നമുക്ക് ഉദ്ധരിച്ചുകൊണ്ട് പറയാൻ കഴിയും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ വർത്തമാന കാലഘട്ടത്തിൽ ആശയ ദാരിദ്ര്യം കൊണ്ട്
കൃത്രിമമായ സുഖ സൗകര്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മനുഷ്യരെ മോശമായ ഒരു സാഹചര്യത്തിലേക്ക് ക്ഷണിക്കുന്ന ലൈംഗിക അരാജകത്വത്തിലേക്കും മറ്റു മാർഗങ്ങളിലേക്കും ക്ഷണിക്കുന്ന ഭൗതികവാദികൾ, നാസ്തികൾ, അവർ മുന്നോട്ട് വെക്കുന്ന ലിബറലിസം, സൂറത്ത് നൂറിൽ പറഞ്ഞ വല്ലദീന കഫറു അഅമാലുഹും കസറാബിൻ ബിഖിഅത്തിൻ യഹ്സബുഹുൽ ലംആനു മആ, സത്യനിഷേധികൾ നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ച് നീട്ടുന്ന പ്രവർത്തനങ്ങൾ മരുഭൂമിയിലെ മരീചിക പോലെയാണ്. യഹ്സബുഹുൽ ലംആനു മആ, ദാഹിച്ചവൻ വെള്ളമാണെന്ന് കരുതി പോകും. ഹത്താ ഇദാ ജാഅഹു ലം യജിദുഹു ഷൈഅ, ഒരു തുള്ളി വെള്ളം അവന് കിട്ടില്ല എന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ കുട്ടികളെ, നമ്മുടെ മഹലിനെ, നമ്മുടെ സമൂഹത്തെ ഈമാൻ തട്ടിപ്പറിക്കാതെ സൂക്ഷിക്കേണ്ട ബാധ്യത ഉണ്ട് എന്ന് എന്റെ എളിയ പ്രസംഗത്തിൽ പറഞ്ഞുകൊണ്ടും, ഇൻഷാ അല്ലാഹ് ഇത് സവിസ്തരം നമുക്ക് മറ്റ് വലിയ വലിയ എന്നെക്കാൾ അറിവുള്ള ആൾക്കാരെ വിളിച്ചു കൊണ്ടുവന്ന് എല്ലാ മഹല്ലുകളിലും ജനങ്ങൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കുന്ന തരത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്കൊക്കെ ശ്രമിക്കാമെന്ന് പറഞ്ഞുകൊണ്ടും, ഇതിനുവേണ്ടി ക്ഷമയോടുകൂടി എന്റെ ഈ വാക്ക് കേട്ടിരുന്ന പണ്ഡിതന്മാരായ നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടും, നമുക്ക് ഈ ഹജ്ജിന് വേണ്ടി ഇപ്പോ ഈ ക്ലാസ്സിന് വന്നപ്പോൾ ബഹുമാനപ്പെട്ട ഹജ്ജ് കഴിഞ്ഞ് വന്ന ആദ്യത്തെ ജില്ലാ മെമ്പർ കൂടിയായ നമ്മുടെ അംസ ഉസ്താദാണ് സംസവെള്ളവും ഈത്തപ്പഴം തന്നത്. അദ്ദേഹം വളരെ ആത്മാർത്ഥമായ വിഷയത്തിൽ സഹകരിച്ചു. അദ്ദേഹം ഹജ്ജ് കഴിഞ്ഞ് വന്ന ആദ്യത്തെ പ്രോഗ്രാമാണ്. ഒരുപാട് മഹാന്മാർ പങ്കെടുത്ത പരിപാടിയാണ്. ഇതെല്ലാം അള്ളാഹു സ്വീകരിച്ചുകൊണ്ട് നമുക്ക് രണ്ട് ലോകത്തും ഹൈർ തരട്ടെ. എന്റെ ഉമ്മയ്ക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രത്യേകം ദ്വാരക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വാഹുദ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.